ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്ത ശേഷം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പം ഇന്നലെ മാർക്കറ്റ് കുറച്ച് സസ്റ്റെയിൻ ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. 2 ദിവസം മുന്നത്തെ ഒരു ക്രാഷ് മാർക്കറ്റ് കുറച്ചധികം പ്രഷറോടെ തന്നെ മാർക്കറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. ആൻഡ് US ഡോ ജോൺസ് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന 56 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. നാസ്ഡാക്കിന്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 1% അപ്പായിരുന്നു, അതായത് 336 പോയിന്റ്സ് അപ്സൈഡ് ആയിരുന്നു. ആൻഡ് S&P 500 60 പോയിന്റ്സ് അപ്സൈഡിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് നിലവിൽ നോക്കുമ്പോഴത്തേക്കും DAX 220 പോയിന്റ്സ് അപ്സൈഡ് ക്ലോസ് ചെയ്തു, FTSE 16 പോയിന്റ്സ് ഡൗൺ സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് CAC 73 പോയിന്റ്സ് അപ്സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. നിലവിൽ 118 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. സോ നമുക്കൊരു 50 to 90 പോയിന്റ്സ് ഗ്യാപ്പ് പോസിബിലിറ്റി നിലവിലെ അവസ്ഥയിലുണ്ട്. ആൻഡ് നിക്കി നോക്കുകയാണെങ്കിൽ 2% അപ്പാണ്, മോസ്റ്റ്ലി 2.43% അപ്പാണ് നിക്കി. 1647 പോയിന്റ്സ് അപ്സൈഡിലാണ്. സ്ട്രേറ്റ് ടൈംസ് 16 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുന്നു. ഹാങ്സങ് 108 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. തായ്വാൻ വെയ്റ്റഡ് ക്ലോസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ന്യൂട്രൽ ആയിട്ടാണ്. കോസ്പി നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 332 പോയിന്റ്സ് അപ്സൈഡിലാണ്, അതായത് 4% അപ്പിലാണ് കോസ്പി ട്രേഡ് ചെയ്യുന്നത്. സോ ഓവറോൾ മാർക്കറ്റ് തരുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു ന്യൂട്രൽ സെന്റിമെന്റ്സ് അല്ല, ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി വൈകിട്ട് ചെക്ക് ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് പേടിക്കേണ്ടതായിട്ട് നിലവിലില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ലെവൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ മാർക്കറ്റ് നിങ്ങളിവിടെ നോക്കുക, ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മാർക്കറ്റ് 23,804 എന്ന റേഞ്ചിന് അബോവ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താ നടത്തിയത്, ഒരു കൺസോൾട്ടേഷൻ ഇവിടെ കാണാം അല്ലേ, അപ്സൈഡ് പോകുന്നു. എന്താ നമ്മൾ വരച്ച ലെവലിന്റെ മുകളിൽ തന്നെ ഒരു കൺസോൾട്ടേഷൻ കുറച്ചധികം സമയം നീണ്ടു നിന്നു. ആൻഡ് അവിടെ നിന്നൊരു ബ്രേക്ക് വന്നു. ആൻഡ് അവസാന 15 മിനിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തൽക്കാലം ഞാൻ ലെവൽസ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,790 ആൻഡ് 780 റേഞ്ചിൽ ഒരു ഡിമാൻഡ് സോൺ അതേപോലെ നിലനിൽക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ആൻഡ് അതേപോലെ തന്നെ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,640 ഈ റേഞ്ചിൽ എത്തുമെന്ന് തോന്നുന്നു. ആൻഡ് മാർക്കറ്റിൽ ഈ ഒരു റേഞ്ചിൽ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ബുള്ളിഷ് ബയസിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അതായത് മാർക്കറ്റിൽ ഒരു സ്റ്റീപ്പ് സെല്ലിംഗ് വന്ന സോൺ ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സോണിന്റെ അബോവ് മാർക്കറ്റ് പെർഫോം ചെയ്താൽ മാത്രമേ ഞാനൊരു ടോട്ടലി ബുള്ളിഷ് എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റിനെ സമീപിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും 24,200 റേഞ്ചിന് അബോവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യും. അപ്പോൾ ലൈവിലായിട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ, നമ്മുടെ ടെലിഗ്രാം ചാനൽ എല്ലാവർക്കും അറിയായിരിക്കാം, ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യാം. അത്യാവശ്യം നല്ല ന്യൂസസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ന്യൂസസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് എൻ്റെ പേഴ്സണൽ ട്രേഡ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ട്രേഡുകളൊന്ന് TCI എക്സ്പ്രസ് ആണ്, ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ TCI എക്സ്പ്രസിൻ്റെ ചാർട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി, ആൻഡ് അത് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ സ്ട്രാറ്റജിയാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിഫ്റ്റി എന്തായാലും നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഒന്ന് പ്ലേ ചെയ്ത ശേഷം ഞാൻ കൂടുതൽ വിവരങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. ആൻഡ് ഇന്ന് ന്യൂസസ് നോക്കേണ്ട റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്. റിസൾട്ട് സീസൺ ആയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസൾട്ട് വരുന്നതിൽ ഇന്ത്യൻ ബാങ്ക്, L&T ഫിനാൻസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, എൽക്കോൺ എഞ്ചിനീയറിംഗ്, ഇന്റർനാഷണൽ ട്രാവൽ ഹൗസ് ആൻഡ് ടെക്സ്റ്റൈലിന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിൽ ഇന്ത്യൻ ബാങ്കും L&T ഫിനാൻസും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എലിക്കോൺ എഞ്ചിനീയറിംഗും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് കുറച്ച് ദിവസം മുന്നേ കുറച്ച് ക്വാണ്ടിറ്റീസ് വെച്ച് വാങ്ങിയതാണ്. ഓക്കെ, ക്വാർട്ടർലി ഏർണിംഗ്സ് ആണെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ Q1 കൺസോളിഡേറ്റഡ് Y വന്നിട്ടുണ്ട്. ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടുണ്ട്. പ്രോഫിറ്റ് സ്ലൈറ്റ്ലി റൈസ് ചെയ്തിട്ടുണ്ട്. റവന്യൂ ജമ്പും ഉണ്ട്. ഓക്കെ, ആനന്ദ്രതി വെൽത്തിന്റെ വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. 93 ക്രോസിൽ നിന്ന് 163 കോടിയിലേക്ക് ആനന്ദ്രതി വെൽത്തിന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. റവന്യൂ ജമ്പും ഉണ്ടായിട്ടുണ്ട്. മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് ആണെങ്കിൽ മുത്തൂട്ട് മൈക്രോഫിൻ ആണ് AUM ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ള ഇത് ന്യൂസ് ഉണ്ട്. ഡിസ്ബേഴ്സ്മെന്റ് സർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മഹീന്ദ്രയുടെ മന്ത്ലി ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ടോട്ടൽ പ്രൊഡക്ഷൻ വോളിയോ ഗ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അതിന് സെയിൽസ് വോളിയം സർജ് ചെയ്തിട്ടുണ്ട്. എക്സ്പോർട്ട് വോളിയം ആണ് 2698 യൂണിറ്റിൽ നിന്ന് 5954 യൂണിറ്റിലേക്ക് വർദ്ധിച്ചു. അതായത് മഹീന്ദ്രയുടെ എക്സ്പോർട്ട് വോളിയം മോസ്റ്റ്ലി 120% ഗ്രോ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ ഡിക്സോൺ ടെക്നോളജീസിന്റെ ന്യൂസ് ആണ്. ജോയിന്റ് വെഞ്ചർ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആരുമായിട്ടാണ്? വിവോ മൊബൈലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിൽ ഡിക്സോൺ ഒരു 51% സ്റ്റേക്ക് വിവോ മൊബൈലിൽ ഇന്ത്യയിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ന്യൂസസ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇന്നലെ തന്നെ ഇട്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഒരുപാട് ന്യൂസസ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിക്സോണിന്റെ ആ ന്യൂസ് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ ഇതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം, നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ,
പിന്നെ വിക്രം സോളാർ ഒരു സോളാർ സപ്ലൈ എഗ്രിമെന്റ് വിത്ത് എവറോൾ സോളാർ എനർജി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതും ന്യൂസസ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരു എഗ്രിമെന്റ് ഗെയിലുമായിട്ട് ചേർന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ഉണ്ട്. പിന്നെ കമ്പനി പേസ് ഡിജിറ്റെക്കിന്റെ സബ്സിഡറി കമ്പനിയായ ലിനേജ് പവർ ഒരു 2 സ്ട്രാറ്റജിക് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഓൺവേർഡ് സോളാർ പവർ ആൻഡ് കൽപ്പ പവറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബാറ്ററി എനർജി സോളാർ സിസ്റ്റം BESS അതിന്റെ സപ്ലൈക്ക് വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇത്ര ന്യൂസസ് ഒക്കെ നിലവിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻട്രി ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഞാൻ സൂചിപ്പിക്കാം. അതേ മുന്നേ ഒന്നും കൂടെ പറയാണ്, ഇത് എൻ്റെ പേഴ്സണൽ എൻട്രി മാത്രമാണ്, നിങ്ങൾ ആരും ഇത് ഫോളോ ചെയ്യരുത്. ഓക്കെ, ഇത് ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിൽ മാത്രം എൻട്രി ചെയ്യുന്ന സാധനങ്ങളാണ്. TC എക്സ്പ്രസ് ഞാൻ ഒരു 5 മാസം മുന്നേ ഞാൻ ഹോൾഡ് ചെയ്യാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പം മോസ്റ്റ്ലി ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ സ്റ്റോക്ക് പോവുകയാണ്. കണ്ടില്ലേ, നിലവിൽ ഡൗൺ ട്രെൻഡ് ആണ് ഈ സ്റ്റോക്ക് പോകുന്നത്. ആൻഡ് ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും സ്റ്റോക്ക് റിയാക്ട് ചെയ്യുന്നതും ആൻഡ് ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ടാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 550 എൻട്രി ആവുക. എൻ്റെ ടാർഗറ്റ് 590, 630, 768 ആൻഡ് 1000 റേഞ്ചാണ് എൻ്റെ ടാർഗറ്റ്. ഇതെൻ്റെ പേഴ്സണൽ എൻട്രി മാത്രമാണ് ഞാൻ പറയുകയാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആരും ഫോളോ ചെയ്യാതിരിക്കുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ആൻഡ് എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.